ഷെഫിനെ, മുഖ്യമന്ത്രി ഒരു മുഖാമുഖം പരിപാടിയൊക്കെ നടത്തുന്നുണ്ട്. അത് അവസാന ഘട്ടത്തിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിന്റെ വിവിധ തലത്തിലുള്ള ആളുകളുമൊക്കെയായി യുവാക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. അതായത് പ്രായമായവരുണ്ട്, ശാരീരികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. അങ്ങനെ എല്ലാവരുടെയും അഭിപ്രായമൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ അത് വളരെ ചെറിയൊരു കമ്മ്യൂണിറ്റിയെ മാത്രം അഡ്രസ്സ് ചെയ്ത് പോവുകയാണ്. നിരന്തരമായിട്ട് ഇങ്ങനെ സെക്രട്ടേറിയറ്റ് മുന്നിൽ കൂടെ പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന CPO-കാരാണ്, പോലീസുകാർ. ഷെഫിൻ്റെ ശ്രദ്ധയിലും പെട്ട വിഷയമായിരിക്കും. ഷെഫിൻ പലവട്ടം റിപ്പോർട്ട് ചെയ്ത വാർത്തയുമായിരിക്കും. നമ്മളൊക്കെ അവർ ഈ വഴിയിൽ ഇങ്ങനെ ഭിക്ഷ എടുക്കാനായി നിൽക്കുന്ന ആളുകളൊക്കെയാണ്. അവർ വ്യത്യസ്തമായ പല സമരവും നടത്തുന്നുണ്ട്. ഇവരുടെ പ്രശ്നത്തിന് പക്ഷേ പരിഹാരം കാണുന്നത് ഇവർക്ക് മുഖ്യമന്ത്രിയായിട്ട് മുഖാമുഖത്തിനൊന്നും വേദി കിട്ടിയിട്ടില്ലേ? ഒരു സാധ്യതയുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവരുടെ പ്രശ്നത്തിന് പരിഹാരം കാണുന്നില്ലെന്ന് മാത്രമല്ല, ഇവരെ പറഞ്ഞ് പറ്റിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അവരിപ്പോൾ സമരം നടത്തുന്നത് കയ്യിൽ ഐസ് കട്ടകളുമൊക്കെയായി സമരം നടത്തുകയാണ്. ഐസ് വെള്ളത്തിൽ ഇരുന്ന് അവർ പ്രതിഷേധിക്കുകയാണ്. എന്താണ് അവരുടെ യഥാർത്ഥ പ്രശ്നം? എന്താണ് ഇപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ സർക്കാർ ഇവരെ ഇതുവരെയും കേൾക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അവരുടെ പ്രശ്നം എന്താണ് ഇവരുടെ ഈ റാങ്ക് ലിസ്റ്റിൽ സംഭവിച്ചു പോയത് എന്നുള്ള കാര്യമൊക്കെ അവരോട് നമുക്ക് ചോദിക്കാം. ഈ നിങ്ങളുടെ സമരം തുടങ്ങിയിട്ട് കുറേ ദിവസമായി. എന്താണ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം? 2023 ഏപ്രിൽ 13 നമ്മൾ റാങ്ക് ലിസ്റ്റ് വന്നത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് 2019 ഡിസംബർ മാസത്തിലാണ്. നമ്മൾ 5 കൊല്ലം ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടു. നാളിതുവരെയായിട്ട് നമുക്ക് നിയമനം നൽകിയിട്ടില്ല. നമ്മുടെ നിയമനം നമുക്ക് 100% നിയമനം തന്നെയാണ് നമുക്ക് ആവശ്യം. മുഖ്യമന്ത്രിയും മുൻ PSC ചെയർമാനും നമ്മുടെ അടുത്ത് പറഞ്ഞതാണ് ഈ ഒരു ജംബോ ലിസ്റ്റ് ഉണ്ടാവുകയില്ല. ആ ഒരു ലിസ്റ്റ് പ്രതീക്ഷയാണ് ഞങ്ങൾ ഇത്രയും നാൾ അതിന് പുറകെ നടന്നത്. ഓരോ സ്റ്റേഷനിലും അധികമായി എത്ര ആൾക്കാരെ വേണം എന്ന് DGP ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇന്നലെ ആവശ്യപ്പെട്ടതല്ല, അത് 2016 ആവശ്യപ്പെട്ടതാണ്. ആ ഒരു ഫയൽ നമുക്ക് പാസ്സാക്കി തന്നാൽ പോലും നമ്മുടെ റാങ്ക് ലിസ്റ്റിലുള്ള അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിലുള്ളവർക്കും ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ലഭിക്കും. നിങ്ങൾ കുറേ അധികം ദിവസമായി നിങ്ങളിവിടെ സമരം ഇരിക്കുന്നു. ഇതുവരെയും ഒരു ചർച്ചയ്ക്ക് പോലും നിങ്ങളെ ക്ഷണിച്ചിട്ടില്ല അല്ലേ? ഇല്ല, ഇതുവരെ നമ്മളെ ഔദ്യോഗികമായിട്ട് ഒരു ചർച്ചയ്ക്ക് നമ്മളെ വിളിച്ചിട്ടില്ല. നമ്മളിന്ന് 17ാമത്തെ ദിവസമാണ് ഇവിടെ ഈ സമരം നടക്കുന്നത്. നിങ്ങളുടെ ലിസ്റ്റിൻ്റെ കാലാവധി എന്നാ അവസാനിക്കുന്നത്? നമ്മുടെ ലിസ്റ്റിൻ്റെ കാലാവധി 2024 ഏപ്രിൽ 12 അവസാനിക്കും. നമുക്കിനി ഒരു 50 ദിവസത്തോളം മാത്രമേ ഉള്ളൂ ഈ ലിസ്റ്റിൻ്റെ കാലാവധി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇങ്ങനെ കാക്കി അണിഞ്ഞ് ഇവിടെ കാവൽ നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന് സംരക്ഷണം ഉറപ്പാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന, സ്വപ്നം കണ്ടിരുന്നവരാണ് ഇതുപോലെ സമരം ചെയ്യുന്നത്. വെള്ളത്തിൽ കിടന്നും മുട്ടിലിഴഞ്ഞും ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യേണ്ടി. ഇവർക്ക് ഒരു അപ്പോയിൻമെന്റ് ലെറ്റർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവർ കാക്കിയിട്ട് ഇവിടെ നിൽക്കേണ്ട ആളുകളാണ്. മുഖാമുഖത്തിന് വേണ്ടി മുഖ്യമന്ത്രി സംസ്ഥാനത്തുടനീളം ഓടി നടക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ കണ്ണിന് മുന്നിലാണ് ഇവരുടെ ഈ ദുരിത കാഴ്ച. പക്ഷെ അത് ഇതുവരെ കണ്ടിട്ടില്ല. അവിടെ നിന്ന് എത്തി നോക്കിയാൽ മുഖ്യമന്ത്രിക്ക് കാണാവുന്നതേ ഉള്ളൂ ഇവരുടെ പ്രശ്നങ്ങൾ. പക്ഷേ അതുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും തരത്തിലുള്ള സാധ്യതയുണ്ടെങ്കിൽ ഇവരുടെ പ്രശ്നത്തിന് കൂടി പരിഹാരം കാണണമെന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. സ്റ്റെഫിനും അനൂപിനും നെല്ലേമുരുകനുമൊപ്പം അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.